നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഞാൻ മൂവ് എടുത്ത് കഴിയുമ്പോൾ തേങ്ങയുടെ പാട് നോക്കി പോയി ഗൈസ്. ഇനിയിപ്പോൾ അവൾ വിളിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ നടുവ് നല്ല വേദന തുടങ്ങി വീണ്ടും തുടങ്ങി. അപ്പോൾ തേച്ചിട്ട് പണിയാവും. ഞാൻ നിന്നെ കാണാൻ തപ്പി വന്നതാ. പിന്നെ ഗൈസ് നമ്മൾ മൂവല്ല ഉപയോഗിക്കണം. നമ്മൾ DFOടെ ജില്ലയിലെ തേങ്ങ അതാകുമ്പോൾ വെച്ച് പെട്ടെന്ന് നല്ല എഫക്റ്റ് ഉണ്ട്. മൂവിന് അപ്പം അത്ര പവറില്ല. ശ്രുതിക്ക് മലയുടെ മോളിൽ പോകണം. വീണ്ടും ഷീഡ് ഇടാത്തിറക്കണം തേങ്ങ. ഞാനാണ് ഏറ്റവും കൂടുതൽ മരം പാലെടുക്കുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ ഷീഡിലുള്ളത് ഇത്ര എടുക്കണം, അത് കഴിഞ്ഞ് ഷീഡില്ലാത്ത അത്ര എടുക്കണം, അപ്പുറത്ത് പോയി ഷീഡിലുള്ളത് എടുക്കണം. നീ എവിടെ എടുക്കണം? 36 മരം, 72 മരം നീ അപ്പുറത്തെടുക്കും. ഇവിടെ ഈ കാണുന്ന മരം ഇവിടെ 200 മരം. അപ്പൊ നമ്മൾ ഇവിടത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങനത്തെ മലയുടെ അപ്പുറത്ത് പോകണം അല്ലേ? ഇനി അവിടെയാണ് പോകേണ്ടത് അല്ലേ തേങ്ങ? എന്റെ കൈയൊക്കെ വിറയ്ക്കുന്നു തേങ്ങ. സോറി ഗൈസ്, ഷെയ്ക്കാണ് എന്റെ കൈ വിറയ്ക്കുന്നോണ്ടാണെന്ന് തോന്നുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് അറ്റം മോള് റോഡിലൂടെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പുറത്ത് വേറെ മലയിൽ പോകണം, അവിടെ പോകാം. നമ്മളത് അടുത്ത മല എടുക്കാൻ വേണ്ടി പോകുന്നു. ശ്രുതി കന്നാസോട് കൊണ്ട് നീ കൈ വരയ്ക്കൊണ്ട് ശ്രുതി കന്നാസ് വിളിച്ചിട്ടുണ്ട്. ഞാൻ ബക്കറ്റ് രണ്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തുടങ്ങട്ടെ. ശ്രുതി അങ്ങോട്ടത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മോളെത്താറായി. ശ്രുതിക്ക് ഇനി പോകാണ്ട് അങ്ങോട്ട് മുകളിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ചീര തുറമിച്ച് എല്ലാവരും ചോദിച്ചു എന്ത് അതേത് ചീരയാണ് കുപ്പച്ചീര എന്ന് മനസ്സിലായെന്ന് പറഞ്ഞ്. ഇതാണ് ഐറ്റം കുപ്പച്ചീര. നിങ്ങൾക്ക് കാണുന്നുണ്ട് ക്യാമറയിൽ വൃത്തിക്ക്. ഈ ഐറ്റമാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം. നോക്കുക സോറി കന്നാസ് പാലുണ്ട്. ഈ ചേട്ടൻ്റെ സമയം കാണിച്ചാണ് അല്ലേ? തലയിലേക്ക് ഇറങ്ങിപ്പോ നമ്മളെ കൊണ്ട് പറ്റൂല. ഞാനും അങ്ങനെ തന്നെ. നമുക്ക് കുറച്ച് റെസ്റ്റോറൻറ്റ് ചേട്ടൻ വരുന്നതായിരിക്കും. ആ സമയത്ത് നമ്മുടെ കയ്യിലെ പാലൊക്കെ കറയാക്കാതെ അല്ലേ? ആ ചേട്ടൻ വന്നിട്ട് തലയിൽ ഏറ്റി കൊടുക്കുന്നുണ്ടോ? പറ്റില്ല. എന്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട്